നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളുടെ അനുബന്ധ വിവരങ്ങളുടെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. അപ്പോ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത 3 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക. ഒരു ചോദ്യത്തിൽ തന്നെ ഒരുപാട് ഫാക്ട്സ് ഞാൻ പറയുന്നുണ്ട്. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൂടി കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം: ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 2ഉം 4ഉമാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്താ തന്നിരിക്കുന്നത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കുന്നു. നാലാമത്തെ പ്രസ്താവന എന്താ തന്നിരിക്കുന്നത്? അടിമത്തം തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ ആദ്യത്തെ പ്രസ്താവന നോക്കിക്കേ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നു. അപ്പോ ഇത് ചൂഷണത്തിൽ നിന്നുള്ള മോചനം നേടാനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതല്ല. സംസ്കാരത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തെ പ്രസ്താവനയോ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നു. ഇതെന്താണ്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഓക്കെ, അപ്പോ ചൂഷണത്തിനെതിരെയുള്ള അവകാശം, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ ഉൾപ്പെടുന്ന മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 23ഉം 24ഉമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 23 എന്താണ്? മനുഷ്യക്കടത്ത് അഥവാ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അടിമത്തം, തക്കതായ വേതനം നൽകാതെയുള്ള നിർബന്ധിത തൊഴിൽ, അതായത് ഫോഴ്സ്ഡ് ലേബർ ഉണ്ടല്ലോ, ഇവ നിരോധിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 23. 24 എന്താണ്? 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഗാർഹിക ജോലികളിലോ മറ്റ് അപകടകരമായ തൊഴിലുകളിലോ ഏർപ്പെടുത്തുന്നത് നിരോധിക്കുന്നു. അതായത് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആണ് ആർട്ടിക്കിൾ 24. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട മൗലിക അവകാശം ഏതാണ്? സംസ്കാരത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 29ഉം 30ഉം. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടത് സമത്വത്തിനുള്ള അവകാശമുണ്ട്. അതുപോലെ ചൂഷണത്തിനെതിരായ അവകാശമുണ്ട്. ആർട്ടിക്കിൾ 15ൽ 3ഉം പറയുന്നു, 24ഉം പറയുന്നു, ഓർക്കുക. ഇനി മൂന്നാമത് നോക്കിക്കേ, മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നു. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ ഏതാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഏതാണ് ആർട്ടിക്കിൾ? ഓക്കെ, അടുത്തത് അടിമത്തം തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ചൂഷണത്തിനെതിരെയുള്ള അവകാശം തന്നെയാണ്. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 32നെ ഡോക്ടർ BR അംബേദ്കർ എങ്ങനെയെന്നാ വിശേഷിപ്പിച്ചത്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും, ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതികൾ ആർട്ടിക്കിൾ 226 പ്രകാരവും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ വിളിക്കുന്ന പേരെന്താണ്? റിട്ടുകൾ എത്ര വിധം? 5 വിധം. ഏതൊക്കെയാ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ, കോ വാറണ്ടോ. അപ്പൊ റിട്ടുകൾ എത്ര വിധം? 5 വിധം. ഏതൊക്കെ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ, കോ വാറണ്ടോ. ഇനി ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് വർഷം ഏതാണ്? 1986. ഇത് ഭേദഗതി വരുത്തിയ വർഷം ഏതാണ്? 2016. ഓർക്കുമല്ലോ. ഈ മൗലിക അവകാശങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ പഴയ SCERTയില് ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കോട്ട് PSC ചോദിച്ചിട്ടുണ്ട്. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായി അല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു. മത സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ, അതൊരു മൗലിക അവകാശമാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണെന്ന് ഓർക്കുക.
ആർട്ടിക്കിൾ 25 മുതൽ 28. ഈ ബാലവേലയെ കുറിച്ച് പറയുമ്പോഴേ അതുമായി ബന്ധപ്പെട്ട കുറച്ച് തൊഴിൽ നിയമങ്ങളും കൂടി നിങ്ങൾ ഓർക്കുക. മിനിമം വേജസ് ആക്ട് വർഷം ഏതാ? 1948 മിനിമം വേജസ് ആക്ട് പാസ്സാക്കിയത്. ഫാക്ടറീസ് ആക്ടും ഈ സെയിം വർഷം തന്നെയാണ്, 1948 തന്നെയാണ് ഫാക്ടറീസ് ആക്ടും പാസ്സാക്കിയത്, 1948. മൈൻസ് ആക്ട് വർഷം ഏതാ? 1952 മൈൻസ് ആക്ടിന്റെ വർഷം. ഇനി ബീഡി ആൻഡ് സിഗാർ വർക്കേഴ്സ് ആക്ട് 1966. നേരത്തെ പറഞ്ഞൊരു ആക്ട് ഉണ്ടല്ലോ 1986, ഏതാണ്? ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട്. വർഷം ഏതാണ്? 1986. ലോക ബാലവേല വിരുദ്ധ ദിനം, വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്നാണ്. ജൂൺ മാസം 12. ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടന ഏതാണ്? ബച്പൻ ബച്ചാവോ ആന്തോളൻ. കൈലാഷ് സത്യാർത്ഥിക്ക് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ഏതാ? 2014. ആർക്കൊപ്പമാണ് പങ്കിട്ടത്? മലാല യൂസഫ്സായിക്കൊപ്പമാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ആര് പങ്കിട്ടത്? കൈലാഷ് സത്യാർത്ഥി 2014 പങ്കിട്ടത്. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ മെയിൻസ് ബാച്ച് ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. ഫീസ് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, 1299 ഫീസ് വരുന്നത്. ഈ വർഷം അവസാനം വരെ വാലിഡിറ്റി ഉണ്ടായിരിക്കും കേട്ടോ. 2026 ഡിസംബർ മാസം 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. ഫുൾ സിലബസ് കവറേജ് ആണ്. കറന്റ് അഫയേഴ്സ്, GK, മാത്സ്, മെന്റൽ സയൻസ് എല്ലാം ഉണ്ടായിരിക്കും. BSc പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പഴയ SCRT, പുതിയ SCRT, NCRT ക്ലാസ്സസ് ഉൾപ്പെടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. 2026 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉണ്ട്. ഇപ്പൊ തന്നെ കയറി ജോയിൻ ചെയ്തോളാം. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്, ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ കൊടുത്തേക്കാവേ. കൂടാതെ LDCയുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ക്ലാസ്സുകൾ ഉടനെ തന്നെ ആരംഭിക്കുന്നു. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബാച്ച് നിങ്ങൾ ജോലിക്ക് പോകുന്ന ഉദ്യോഗാർത്ഥിയാണോ അതോ വീട്ടമ്മയാണോ പഠനത്തിൽ ഗ്യാപ്പ് വന്ന ആളാണോ ആരായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയ ബാച്ചാണ് LDCയുടെ പുതിയ ബാച്ച്. ജോയിൻ ചെയ്തോളാം. 3ാമത്തെ ബാച്ചാണ്. ആദ്യത്തെ 2 ബാച്ച് സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. അതിലെ അഡ്മിഷൻ എല്ലാം ക്ലോസ് ആയി. അപ്പൊ അതില് കയറാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ നിരന്തരം ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പുതിയ ബാച്ച് ഇനി എപ്പോഴാണെന്ന്. അപ്പൊ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മൾ ഉടനെ തന്നെ ഓഗസ്റ്റ് 1st വീക്കിൽ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനി ഒരു അവസരത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്, സമയം പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനും പറ്റും. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്ത ലിങ്ക് ഉണ്ടായിരിക്കും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ തന്നിരിക്കുന്നതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക ഓരോ പൗരന്റെയും കർത്തവ്യമാണ്. നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക കർത്തവ്യമാണ്. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക ശരിയാണ്. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഓപ്ഷൻ D ആണ് കറക്റ്റ്. അപ്പോ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 4A. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A. അപ്പോ പൂർവ സോഷ്യലിസ്റ്റ് യൂണിയൻ അതായത് USSR അഥവാ റഷ്യയിൽ നിന്നാണ് ഈ ഒരു ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. 1950 നിലവിൽ വന്ന ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976 സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത്. ഇതുവഴി എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഉൾപ്പെടുത്തിയത്? 10 മൗലിക കർത്തവ്യങ്ങളാണ് ഉൾപ്പെടുത്തിയത്. നിലവിൽ എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട്? 11 എണ്ണമുണ്ട്. ഈ 11ാമത്തെ മൗലിക കർത്തവ്യം എപ്പോഴാണ് ഉൾപ്പെടുത്തിയത്? 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 11ാമത്തെ മൗലിക കർത്തവ്യമായിട്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 51A K. എന്താണ് വിഷയം? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നത് രക്ഷിതാക്കളുടെ
അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ ചുമതലയാണ് എന്നതാണ് ഉൾപ്പെടുത്തിയത്. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഓരോന്നിന്റെയും ആർട്ടിക്കിളും കൂടെ പറഞ്ഞു തരാം. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ആർട്ടിക്കിൾ ഏതാണ്? 51A സി ആണ്. നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ആർട്ടിക്കിൾ ഏതാ? 51A എഫ് ആണ്. ശാസ്ത്രീയ കാഴ്ചപ്പാട് മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. 51A എച്ച് ആണ്. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ആർട്ടിക്കിൾ 51A ഐ ആണ് കേട്ടോ. അപ്പൊ ഇതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഒരു കമ്മിറ്റിയെ പറ്റി കൂടെ പറയാം. വർമ്മ കമ്മിറ്റി എന്താണ്? മൗലിക കർത്തവ്യങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ പേര് ചോദിച്ചാൽ വർമ്മ കമ്മിറ്റിയാണ്. ഇനി രണ്ട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കുക. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ പറ്റും, അതായത് ജസ്റ്റിഷ്യബിൾ ആണ്. എന്നാൽ മൗലിക കർത്തവ്യങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നേരിട്ട് കോടതി ശിക്ഷിക്കുവോ? ഇല്ല, അതായത് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. എന്നിരുന്നാലും ഇതനുസരിച്ച് നിയമസഭകൾക്ക് പ്രത്യേക നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഇപ്പൊ പറഞ്ഞ കാര്യമല്ലേ, മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോ 3 കണ്ട ഉടനെ 3 പോയി കുത്തരുത്. 3 പറയുന്നതാ ഈ ഒരു 3 ആ 3 വന്നേക്കുന്ന ഓപ്ഷൻ ഏതാണ് അത് വേണം നിങ്ങൾ കറപ്പിക്കാൻ, തെറ്റിപ്പോകരുതേ. അപ്പൊ മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പാർട്ട് 4A, ആർട്ടിക്കിൾ 51A. ഭേദഗതി 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം എന്നൊക്കെ പറഞ്ഞു. ഇനി മൗലിക അവകാശങ്ങൾ ഭാഗം എത്രയാണ്? ഭാഗം 3 ആണ്. ആർട്ടിക്കിൾ ചോദിച്ചാൽ 12 മുതൽ 35 വരെ. നിർദ്ദേശക തത്വങ്ങൾ ഭാഗം ഏതാണ്? ഭാഗം 4 ആണ്. ആർട്ടിക്കിൾ ചോദിച്ചാൽ 36 മുതൽ 51 വരെ. റിട്ടുകൾ 32 പ്രകാരം സുപ്രീം കോടതി, 226 പ്രകാരം ഹൈക്കോടതി. ഓക്കെ, സെറ്റ് അല്ലേ? ഇതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആലുവയിൽ വെച്ചാണ്. ആലുവ സർവമത സമ്മേളനം വർഷം പറഞ്ഞേ? 1924. ഏഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട സർവമത സമ്മേളനമാണ് ആലുവ സർവമത സമ്മേളനം. ഇതിന്റെ ആപ്തവാക്യമായിരുന്നു ഈ തന്നിരിക്കുന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? 1888. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരു. ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ച വർഷം പറഞ്ഞേ? 1913 ആണ്. ഓർക്കുക, വർഷം മാറിപ്പോകരുത്. സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത വർഷം 1924. ആലുവ അദ്വൈത ആശ്രമം സ്ഥാപിച്ച വർഷം 1913. ഇനി ഓപ്ഷൻ എ വർക്കല ശിവഗിരിയിൽ 1904 ശിവഗിരി മഠം സ്ഥാപിച്ചതും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു സമാധിയായത് 1928 സെപ്റ്റംബർ മാസം 20 കൂടി ഓർക്കുക. ഓക്കെ, ഓപ്ഷൻസും കൂടി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വർഷം ഏതാ? 1917. ഇതിന്റെ മോട്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്നതാണ് ഇതിന്റെ മോട്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യം. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേരെന്താണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ. VK ഗുരുക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടതും ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെ? അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, യജമാനൻ, ശിവയോഗ രേഖ. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ അല്ലെങ്കിൽ മാസികകൾ. ഇദ്ദേഹത്തിന്റെ ഗുരു ആരാ? ഇദ്ദേഹത്തിന്റെ ഗുരുവാണ് പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ് ഇദ്ദേഹത്തിന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത്. ഇനി ഓപ്ഷനിലേക്ക് വന്നാൽ ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സമത്വ സമാജം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക. സമത്വ സമാജം 1836.
VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമയുടെ സജീവ പ്രവർത്തകൻ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് നാടകം ഓർത്തിരിക്കുക. പണ്ഡിറ്റ് KP കറുപ്പൻ, ഇദ്ദേഹം സ്ഥാപിച്ച സഭ വാലസമുദായ പരിഷ്കരണി സഭ, കൂടാതെ അരയ സമാജം, പ്രബോധിനി സഭ ഇവയൊക്കെ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികളെ ഇങ്ങെടുക്കാം. വൈകുണ്ഠ സ്വാമികളെ പറ്റി എപ്പോഴും PSC ചോദിക്കാറുണ്ട്. ഇദ്ദേഹം ജനിച്ചത് 1809 ഇദ്ദേഹം അന്തരിച്ചത് 1851. ജനിച്ചത് 1809 കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിൽ, അന്തരിച്ചത് എന്നാണ് 1851. മുടിചൂടും പെരുമാൾ, അതുപോലെ മുത്തുക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കുട്ടിക്കാലത്ത് വൈകുണ്ഠ സ്വാമികൾ അറിയപ്പെട്ടിരുന്ന നാമമാണ് മുടിചൂടും പെരുമാൾ. മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് പേര് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി. പിന്നീട് വൈകുണ്ഠ സ്വാമികൾ എന്ന പേര് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. സമത്വ സമാജത്തെ കുറിച്ച് പറഞ്ഞില്ലേ? കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജം. സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. വർഷം ഏതാ? 1836. വൈകുണ്ഠ സ്വാമികളാണ് ഇപ്രകാരം പറഞ്ഞത്: ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ PSC ചോദിക്കാറുണ്ട്. അഖിലത്തിരുട്ട് അമ്മാനെ, അഖിലത്തിരുട്ട് അമ്മാനെ, കൂടാതെ അരുൾ നൂൽ എന്നിവയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. വൈകുണ്ഠ സ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയുടെ പേരെന്താ? അയ്യാവഴി എന്നതാണ്. അയ്യാവഴി. PSC എപ്പോഴും ചോദിക്കാനുള്ള ചോദ്യമാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളുടെ ജന്മദിനമായ മാർച്ച് 12 സർക്കാർ നാടാർ സമുദായത്തിന് നിയന്ത്രിത അവധിയും നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രധാന സംഭാവനകൾ PSC ചോദിക്കാറുണ്ട്. ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ, അഥവാ മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ചോദ്യം നോക്കാം. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തത് സിറ്റിസൺ ഫോർ ഡെമോക്രസി ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സിറ്റിസൺ ഫോർ ഡെമോക്രസി. അന്തർദേശീയ തലം എന്നോട് ഉദ്ദേശിക്കുന്നത് ഇന്റർനാഷണൽ ലെവൽ. അപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ അഥവാ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആഗോള മനുഷ്യാവകാശ സംഘടനകളാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ഗ്ലോബൽ വാച്ച് എന്നിവ. സിറ്റിസൺ ഫോർ ഡെമോക്രസി 1974 ജയപ്രകാശ് നാരായൺ, അതുപോലെ VM തർക്കുണ്ടെ എന്നിവർ ചേർന്ന് ഇന്ത്യയിൽ രൂപീകരിച്ച ദേശീയ തലത്തിലെ നാഷണൽ ലെവലിലെ മനുഷ്യാവകാശ ജനാധിപത്യ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് അന്തർദേശീയ തലത്തിൽ ഉള്ളതല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ആംനസ്റ്റി ഇന്റർനാഷണലിനെ കുറിച്ച് പറഞ്ഞാൽ, ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടൻ അല്ലെങ്കിൽ UK. സ്ഥാപിതമായ വർഷം 1961. ഇതിന്റെ സ്ഥാപകന്റെ പേരെന്താണ് ചോദിച്ചിട്ടുണ്ട്. പീറ്റർ ബെനൻസൺ എന്നതാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകന്റെ പേര്. എന്താണ് ലക്ഷ്യം? ലോക വ്യാപകമായി മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക, തടവുകാരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുക എന്നിവയാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ലക്ഷ്യങ്ങൾ. 1977 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ആംനസ്റ്റി ഇന്റർനാഷണലിന് ലഭിച്ചിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂയോർക്ക് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. സ്ഥാപിതമായ വർഷം 1978. ഈ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടക്കത്തില് ഹെൽസിങ്കി വാച്ച് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഹെൽസിങ്കി വാച്ച്. ഇതിന്റെ പ്രവർത്തനം ചോദിച്ചാൽ, ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്ന സംഘടനയാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. ഇനി ഇന്ത്യയിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRCയെയും കുറിച്ചുകൂടി കുറച്ച് പോയിന്റ്സ് പറയാം. 1993 ഒക്ടോബർ മാസം 12 സ്ഥാപിതമായത്. ആസ്ഥാനം ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവൻ. ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഏതാണോ ആദ്യം അത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ മാസം 10. എന്തുകൊണ്ട് ഡിസംബർ 10 തിരഞ്ഞെടുത്തു?
1948 ഡിസംബർ 10 UN സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. അപ്പൊ ആ ഡേറ്റ് തന്നെയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ SHRC ഫോം ചെയ്ത വർഷം 1998 ഡിസംബർ 11 ആസ്ഥാനം തിരുവനന്തപുരം. ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് MM പരീദുപിള്ള. ജസ്റ്റിസ് MM പരീദുപിള്ള. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന 3ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇവിടെ മൂന്നാമത്തെ പ്രസ്താവന എന്താ കൊടുത്തിരിക്കുന്നത്? കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു. അത് തെറ്റാണ്. ഇത്തരം വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. നാലാമത്തെ പ്രസ്താവന ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഉദ്യോഗസ്ഥരിൽ നിന്നും 150 രൂപ വീതം പിഴശിക്ഷ ചുമത്താവുന്നതാണ്. അല്ല, പ്രതിദിനം 250 രൂപ വീതമാണ് പിഴ ചുമത്തുന്നത്. പരമാവധി 25,000 രൂപയായിരിക്കും പിഴ. പരമാവധി 25,000, പ്രതിദിനം 250. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുന്നു. ഇത് രണ്ടും ശരിയാണേ. ഈ വിവരാവകാശ നിയമം RTI പാസാക്കിയ വർഷം 2005 ജൂൺ 15 പാർലമെന്റ് പാസാക്കിയത്. നിലവിൽ വന്ന തീയതി 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12. എന്താണ് ലക്ഷ്യം? ഭരണ നിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തുക, അഴിമതി തടയുക എന്നതാണ് ലക്ഷ്യം. ഈ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഈ ഒരു നിയമം നിലവിൽ വരാൻ കാരണമായത് രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ അഥവാ MKSS എന്ന സംഘടനയാണ്. ഇതിന്റെ പ്രമുഖ നേതാവിന്റെ പേരെന്താ? MKSSന്റെ പ്രമുഖ നേതാവിന്റെ പേരാണ് അരുണ റോയ്. അരുണ റോയ് എന്നതാണ് ഇതിന്റെ പ്രമുഖ നേതാവിന്റെ പേര്. അപ്പൊ സാധാരണയായിട്ട് വിവരം ലഭിക്കാനുള്ള സമയപരിധി അപേക്ഷ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ വിവരം നൽകണം. ഇനി ജീവനെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്ന വിവരമാണെങ്കിൽ അപേക്ഷ ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ വേണം വിവരം നൽകാൻ. വിവരം നൽകിയില്ലെങ്കിലോ പ്രതിദിനം 250 രൂപ വീതം പിഴ കൊടുക്കുക. പരമാവധി 25,000 രൂപ പിഴ നൽകേണ്ടതാണ്. ഇനി കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞാൽ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. കൂടാതെ പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി നിയമിക്കുന്നത്. ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ള. ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ പേരെന്താ? ദീപക് സന്ധു. ഇനി SIC അതായത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, കേരള സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞാൽ 2005 ഡിസംബർ 19 രൂപീകരിച്ചത്. 2005 ഡിസംബർ 19 തിരുവനന്തപുരമാണ് ആസ്ഥാനം. അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. ആദ്യത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ പേരെന്താണ്? പാലാട്ട് മോഹൻദാസ്. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? PSC നൽകിയത് D എല്ലാം ഉൾപ്പെടുന്നു എന്നതാണ്. തടവറകളിലെ അതിക്രമം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, ഭരണനിർവഹണ രംഗത്തെ പരിഷ്കാരങ്ങൾ. ഇവിടെ ഭരണനിർവഹണ രംഗത്തെ പരിഷ്കാരങ്ങൾ എന്നത് ഭരണപരിഷ്കാര കമ്മീഷൻ അതായത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷന്റെ ചുമതലയാണ്. അപ്പൊ ഇത് ഫൈനൽ ആൻസർ കീയിൽ എന്ത് വരും നോക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ, ഇത് ശരിയാണേ. അപ്പോ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തടവറകൾ അഥവാ ജയില്, സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നിവ സന്ദർശിക്കുക, അവിടെ കഴിയുന്നവരുടെ അവസ്ഥ പഠിക്കുക. വംശീയ അധിക്ഷേപങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അന്വേഷിക്കുക.
പരാതി ലഭിച്ചാലോ അല്ലെങ്കിൽ സ്വന്തം നിലയിലോ അതാണ് സുവോമോട്ടോ എന്ന് പറയും. സുവോമോട്ടോ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. ഒരു സിവിൽ കോടതിയുടെ അധികാരം കമ്മീഷനുണ്ട് എന്ന് മനസ്സിലാക്കുക. സാക്ഷികളെ വിളിച്ചു വരുത്താനും രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാനുമുള്ള അധികാരങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിച്ച വർഷം 1993 ഒക്ടോബർ മാസം 12. ആസ്ഥാനം മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. മുൻപത്തെ ആസ്ഥാനത്തിന്റെ പേരെന്താ? സർദാർ പട്ടേൽ ഭവൻ എന്നായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? സർവേ ഭവന്തു സുഖിന, സർവേ ഭവന്തു സുഖിന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങൾ, അതായത് ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 പേരാണ് ഉള്ളത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷന്റെ ചെയർപേഴ്സൺ. ചെയർമാന്റെയും അംഗങ്ങളുടെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രിയാണ് അതിന്റെ ചെയർപേഴ്സൺ. പിന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുണ്ട്, ലോക്സഭാ സ്പീക്കറുണ്ട്, ലോക്സഭാ പ്രതിപക്ഷ നേതാവുണ്ട്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവുണ്ട്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. ഇങ്ങനെ 6 പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമല്ലാതെ സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജിയെയോ ഹൈക്കോടതിയിലെ സിറ്റിംഗ് ചീഫ് ജസ്റ്റിസിനെയോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഇവരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ് രാജിക്കത്ത് നൽകുന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഏതാണ്? 1947 ജൂലൈ മാസം 22 ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യ. നീളവും വീതിയും തമ്മിലുള്ള അനുപാതം, ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള അനുപാതം 3:2 അനുപാതം. തിരിച്ച് വീതിയും നീളവും ചോദിച്ചാൽ 2:3 എന്ന അനുപാതത്തിലാണ്. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24 ആരക്കാലുകൾ. അശോക ചക്രത്തിന്റെ നിറം നേവി ബ്ലൂ അഥവാ നാവിക നീലയാണ്. ഇനി ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം എന്നിവ അംഗീകരിച്ചതെന്ന 1950 ജനുവരി മാസം 24 അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ മാസം 9 ആദ്യ സമ്മേളനം നടന്നത്. ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് അതാണ് ഓപ്ഷൻ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദേശീയ ഭരണഘടനാ ദിനം 1949 നവംബർ മാസം 26. ഇനി ഓപ്ഷൻ ബി ആയിട്ട് കൊടുത്തിരിക്കുന്നത് 1950 ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. റിപ്പബ്ലിക് ദിനം ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി മാസം 26 കൂടി ഓർക്കുക. അടുത്ത ചോദ്യം, ഇനി എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് ആദ്യത്തെ ഡേറ്റ് 1947 ഓഗസ്റ്റ് 15. അടുത്ത ചോദ്യം, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇപ്പോൾ നിലവിൽ വി ഹരി നായർ ആണ്. വി ഹരി നായർ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ മുൻ നിയമ സെക്രട്ടറി കൂടിയായിരുന്നു. ഇദ്ദേഹത്തിന് മുൻപ് വിശ്വാസ് മേത്ത ആയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും ആരാണ്? ഗവർണറാണ്. കാലയളവ് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയാണ് കാലയളവ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെ. കേരളത്തിലെ പ്രധാന പദവികൾ, കേരള മുഖ്യമന്ത്രി ആരാണ്? വി.ഡി. സതീശൻ 24ാമത് മുഖ്യമന്ത്രിയാണ്. കൂടാതെ കേരള മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തി കൂടിയാണ് വി.ഡി. സതീശൻ. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറിയുടെ പേരെന്താ? ബിശ്വനാഥ സിൻഹ. ബിശ്വനാഥ സിൻഹ 51ാമത്തെ ചീഫ് സെക്രട്ടറിയാണ്. 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? എ ജയതിലക്. ഡോക്ടർ എ ജയതിലക്. 49 ശാരദ മുരളീധരൻ. 48 വി വേണു. 48 വി വേണു. ഗവർണർ ആരാണ്? 23ാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നിലവിലെ നിയമസഭാ സ്പീക്കർ ആര്? 16ാം നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ പേര് ഷാനിമോൾ ഉസ്മാൻ.
പ്രോട്ടം സ്പീക്കർ ആരായിരുന്നു? പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ. ഇനി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താ? ജസ്റ്റിസ് സൗമൻ സെൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യം ഒന്നും മറക്കണ്ട. ഹർഷദ് എഡ്യൂടെക് ആപ്പിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോഴ്സിന്റെയും ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ അല്ലേ? ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്ത ലിങ്ക് ഉണ്ടായിരിക്കെ ജോയിൻ ചെയ്യാനുള്ള. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.